സങ്കീർത്തനം 68, സാംസ് 68. ഒന്നാം വാക്യം തന്നെ എടുക്കുകയാണ്. കുറേ ദിവസത്തേക്ക് സങ്കീർത്തനം 68 എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു വചനം വായിക്കുമ്പോൾ ഡെലിവറൻസും കൂടെ അതിൻ്റെ കൂടെ നടക്കും. കേൾക്കുന്ന ഓരോ ഭവനങ്ങളിലും വിടുതൽ സംഭവിച്ചു കൊണ്ടേയിരിക്കും. അത് നമ്മൾ ആത്മാവിൽ ട്യൂൺഡ് ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഐ ഡിക്ലെയർ ദാറ്റ് ദിസ് ബ്രിങ്സ് വിക്ടറി ഇൻ ടു എവ്രി ഹൗസ് ഹോൾഡ്. അത് സംശയമില്ലാത്ത സത്യമാണ്. വിജയത്തിൻ്റെ കൊടി ഉയർത്തിക്കൊണ്ട് സങ്കീർത്തനം 68 ഒന്നാം വാക്യം. ദൈവം എഴുന്നള്ളുന്നു, അവൻ്റെ ശത്രുക്കൾ ചെതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിപ്പിക്കുന്നു. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. എന്നാൽ നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. 68-ാം സങ്കീർത്തനം ജയഘോഷത്തിൻ്റെ ഒരു സങ്കീർത്തനമാണ്. വിജയ തേരാട്ടം നടത്തുമ്പോൾ ദൈവം നമ്മുടെ വിഷയം അല്ലെങ്കിൽ വിഷമങ്ങൾ കണ്ടിട്ട് ഉത്തരം തരുന്ന ഒരു സങ്കീർത്തനമാണ് 68-ാം സങ്കീർത്തനം. അവിടെ അശുദ്ധിക്ക് യാതൊരു ചാൻസുമില്ല. എവ്രിതിങ് ഷുഡ് ബി ഡൺ ഇൻ ഹോളിനെസ്. വിശുദ്ധിയോടുകൂടി. നമുക്ക് തന്നെത്താനെ വിശുദ്ധി ഇല്ലാത്തടുത്ത് ദൈവത്തിൻ്റെ വിശുദ്ധിയെ വിളിച്ചു വരുത്തി നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധ വസ്ത്രം ധരിക്കുകയാണ്. ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരുക്കത്തോടെ കടന്നു വരുന്നു. നമ്മൾ വിളങ്ങുന്ന മുത്തായിട്ട് അല്ലെങ്കിൽ വെണ്മയുള്ളവരായിട്ട് മാറുന്നതിന് വേണ്ടി ജീവിതത്തിൽ പല പ്രയാസങ്ങളും കഷ്ടങ്ങളും വരും. പക്ഷെ ദൈവം നമ്മളോട് പറയുന്നത് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ആ ഒരു ഉറപ്പ് ദിനം പ്രതി നമ്മളെ ഉറപ്പിച്ചില്ല എങ്കിൽ ഇത്ര വചനം പറയുന്നവർക്കും നിരാശ വരും. പലപ്പോഴും പ്രയാസം വരുമ്പോൾ എൻ്റെ തന്നെ വചനം ദൈവത്തിൻ്റേത് വേറൊരെണ്ണം ഞാൻ കേൾക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ ബലം വരുന്നത് ഞാൻ കാണാറുണ്ട്. ദൈവവചനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അയക്കുന്നത് പരിശുദ്ധാത്മാവിലാകുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ആത്മാവിനെ തൊട്ടിട്ട് നമുക്ക് ജീവൻ തരികയാണ്. അപ്പോൾ 68 അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ പെട്ടകം ഓബേദ് എന്ന് പറഞ്ഞ ഒരു ഹിത്യനായ ഒരു മനുഷ്യൻ്റെ ഭവനത്തിൽ വെച്ചിരിക്കുകയായിരുന്നു. അത് 2 രാജാക്കന്മാർ 6 അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ആ ഭാഗം ഒന്ന് നോക്കാം. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കൂടെയും നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ ഇന്ന് വിജയം നിശ്ചയമാണ്. ഏത് കാര്യത്തിന്മേലാണ് നമ്മൾ വർഷങ്ങളോളം ഭാരപ്പെട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചിരിക്കുന്നത്, അതിന്മേൽ വിജയത്തിൻ്റെ കൊടി ഉയർത്തട്ടെ. അങ്ങനെ തന്നെ സംസാരിക്കുക. അല്ലെങ്കിൽ ഇറ്റ്സ് എ പ്രൊക്ലമേഷൻ ആൻഡ് എഡിക്ഷൻ ഫ്രം ദ ലിവിങ് ഗോഡ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പം 2 സാമുവേൽ 6-ാം അധ്യായം നമ്മൾ വീട്ടിലിരിക്കുന്നവരിത് വായിക്കുന്നത് നല്ലതാണ്. ദാവീദ് രാജാവ് യഹോവയുടെ പെട്ടകം ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തോട്ട് നീക്കുന്ന ഒരു ഭാഗമാണ്. അതിന് ഏകദേശം 30,000 പേരെ കൂട്ടിവരുത്തി കെറൂബുകളുടെ മീതെ വസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പെട്ടകം യഹൂദയിൽ നിന്നും കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനങ്ങളും പുറപ്പെട്ടു പോയി. അവർ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബിനാദാബിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അവിടെ നിർത്താം. പെട്ടകം അബിനാദാബിൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. പെട്ടകം എവിടെ ഇരിക്കുന്നു, അവിടെ ദൈവസാന്നിധ്യമാണ്. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ മരുഭൂമി യാത്രയിൽ മോശയെ കൊണ്ട് ദൈവം 40 ദിവസം സീനായ് മലയുടെ മുകളിൽ ഇരുത്തിക്കൊണ്ട് എങ്ങനെ പെട്ടകം ഉണ്ടാക്കണം, അല്ലെങ്കിൽ സമാഗമന കൂടാരം എങ്ങനെ ഉണ്ടാക്കണമെന്ന് വ്യക്തമായിട്ടും പറഞ്ഞു കൊടുത്തു. ബ്ലൂ പ്രിൻ്റ് അതിനനുസരിച്ച് മനോഹരമായിട്ട് അത് പണിതെടുക്കുകയാണ്. അത് ഇന്നും നമ്മുടെ മനസ്സിൽ കുളിർമ തരുന്നു. ഈ പെട്ടകം ഇരിക്കേണ്ടത് ദൈവത്തിൻ്റെ ആലയത്തിലാണ്. ഈ പെട്ടകം വിശുദ്ധമാണ്. അത് ദൈവം നിയോഗിച്ച് ദൈവം അധിവസിക്കുന്ന അതിവിശുദ്ധനായ ദൈവം അധിവസിക്കുന്ന ദ ഹോളി ഓഫ് ഹോളീസ് അതിവിശുദ്ധമായ സ്ഥലത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്കിൽ ദൈവത്തിന് നിശ്ചയമുണ്ട് ഈ പെട്ടകം വിശുദ്ധമായി തന്നെ സൂക്ഷിക്കണമെന്ന്. അങ്ങനെ എവിടെ ഈ പെട്ടകം വയ്ക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അതിശയങ്ങളും നടക്കും. അങ്ങനെ ആദ്യമേ ഈ പെട്ടകം നമ്മൾ വായിച്ചതുപോലെ തന്നെ
അബീനാദാബിൻ്റെ വീട്ടിൽ നിന്ന് ദാവീദ് രാജാവ് കൊണ്ടുവരാൻ എത്ര പേരെയാണ്? 30,000 പേര്. വാദ്യങ്ങളും ഘോഷങ്ങളും അതുപോലെ തപ്പും കിന്നരും ഒക്കെ എടുത്തിട്ട് വളരെ വളരെ ആർഭാടമായിട്ട് തന്നെയാണ് ഈ പെട്ടകം കൊണ്ടുവരുന്നത്. പക്ഷെ പെട്ടകം ഒരു വണ്ടിയിലാണ് കയറ്റിവെച്ചത്. പുരോഹിതന്മാരുടെ തോളിൽ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ നെഞ്ചത്ത്. പഴയ നിയമത്തിൽ 12 ഗോത്രങ്ങളുടെയും 12 സ്റ്റോണിൽ അവരുടെ ഗോത്ര പേരെഴുതി പുരോഹിതൻ വഹിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഈ പെട്ടകമെന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം പുരോഹിതൻ്റെ നെഞ്ചിനകത്താണ് ഇരിക്കേണ്ടത്. ഇവിടെ പോകട്ടെ, തോളിൽ വഹിക്കേണ്ടത്, പഴയ നിയമത്തിൽ തോളിൽ പുരോഹിതൻ്റെ പെട്ടകം വഹിക്കേണ്ടത് ഒരു വണ്ടിക്കകത്ത് കയറ്റി വെച്ച്, അത് പുതിയ വണ്ടി തന്നെ, കാളയെ കൊണ്ട് ഓടിക്കുകയാണ്. എന്ത് സംഭവിച്ചു? വേദപുസ്തകം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. ഇവർ പെട്ടകം എടുത്തു കൊണ്ടുവന്ന് അബീനാദാബിൻ്റെ പുത്രന്മാരെ ഉസ്സയും അഹ്യോവും ആ പുതിയ വണ്ടി തെളിച്ചു. പുതിയ വണ്ടി തെളിച്ചുകൊണ്ടൊക്കെ കുന്നിന്മേലുള്ള അബീനാദാബിൻ്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിൻ്റെ പെട്ടകവുമായി കൊണ്ടുവരുമ്പോൾ അഹ്യോ പെട്ടകത്തിന് മുമ്പായി നടന്നു. അപ്പം ഒരു മകൻ പെട്ടകത്തിന് മുമ്പായി. ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും സരളമരം കൊണ്ടുള്ള സകലവിധ വാദ്യത്വം കൂടും കിന്നരം, വീണ, തപ്പ്, മുരജം, കൈത്താളം എന്നിവയോടുകൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അവർ നാക്കോൻ്റെ കളത്തിലെത്തിയപ്പോൾ കാള വിരണ്ടതുകൊണ്ട് ഉസ്സ കൈനീട്ടി ദൈവത്തിൻ്റെ പെട്ടകത്തെ പിടിച്ചു. അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കാള അനങ്ങുന്നു. അങ്ങനെ പെട്ടകം താഴെ വീഴുമോ എന്ന് പേടിച്ചിട്ട് ഉസ്സ കൈ നീട്ടുകയാണ്. ഉസ്സ കൈ നീട്ടുന്ന നിമിഷത്തിൽ തന്നെ ഉസ്സ മരിച്ചു വീഴുന്നു. അപ്പം ദൈവത്തിൻ്റെ തീയ്, അതിവിശുദ്ധമായ ദൈവശക്തിയുടെ ആത്മാവ് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നിടത്ത് ഒരു മനുഷ്യൻ, അതായത് നെഞ്ചിനകത്ത് തോളിന്മേൽ പോകേണ്ടതായ ഈ പെട്ടകം വണ്ടിയുടെ പുറത്ത് കൊണ്ടുപോയി അതൊരു സ്ഥലത്തെത്തിയപ്പോൾ അത് അനങ്ങുമ്പോൾ ഉസ്സ പെട്ടെന്ന് അത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഉസ്സ കൈ നീട്ടുന്നു. അതോടുകൂടി ഉസ്സ മരിച്ചു വീഴുകയാണ്. വളരെ വളരെ തീയും അഗ്നിജ്വാലയും അല്ലെ വിശുദ്ധിയുമുള്ള ഒരു സാധനം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വഹിക്കുന്ന ഒരു പെട്ടകമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിവിശുദ്ധനായ ദൈവത്തിനെ വഹിച്ചുകൊണ്ടുവരുവാൻ ദൈവം നമ്മളെ തന്നെ ആക്കി വെച്ചിരിക്കുമ്പോൾ വണ്ടിയുടെ പുറത്ത് കയറ്റി വെക്കാൻ നിന്നോട് ആര് പറയുന്നു? ഇതാണ് നമ്മൾ ഇവിടെ കയറ്റി വെക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ. അവിടെയാണ് ചോദിക്കുന്നത്, എങ്ങനെ കാള വിരണ്ടതുകൊണ്ട് ഉസ്സ കൈ നീട്ടി ദൈവത്തിൻ്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ നേരെ ജ്വലിച്ചു. അവൻ്റെ അവിവേകം നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു. അത്ര നേരം എടുത്ത് സംഹരിക്കാൻ. ദൈവത്തിൻ്റെ കോപം നമ്മുടെ മേൽ വീണാൽ ആ നിമിഷം നമ്മൾ മരിച്ചു. കർത്താവ് പഴയ നിയമത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ട് തൻ്റെ റൂൾസ് അല്ലെ റെഗുലേഷൻസ് 10 കൽപ്പനകളും അതിൻ്റെ ചട്ടങ്ങളും നമ്മളെ പഠിപ്പിച്ചു വെച്ചു. പുതിയ നിയമത്തിൽ ദൈവം നമ്മളെ കർത്താവിൻ്റെ കൃപയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണ് നമ്മളിന്ന് ജീവിച്ച് നിൽക്കുന്നത്. ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ ആരാധിക്കണമെന്നും സത്യത്തിലും ആത്മാവിലും അവനെ കാണണമെന്നും ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം തമ്പുരാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്ക് അവനാകുന്ന പെട്ടകത്തെ വെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളത് ഒരിക്കലും ചെറുതായിട്ട് എടുക്കരുത്. തൊടാനായിട്ട് കൈ നീട്ടിയതേ ഉള്ളൂ, ദൈവകോപം വന്നിട്ട് അവൻ മരിച്ചു വീഴാണ്. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും ഞാൻ പറയട്ടെ, ദൈവ സാന്നിധ്യം എപ്പോഴും നല്ലതാണ്. ദൈവ സാന്നിധ്യം നമ്മൾ എൻജോയ് ചെയ്യണം. പക്ഷെ ദൈവത്തെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ട്. റെവറൻഷ്യൽ ഫിയർ എന്നാണ് പറയുന്നത്. ദ ഓസംനെസ് ഓഫ് ദ ലിവിങ് ഗോഡ്. ഭൂമിയും ഭൂതലത്തിലുള്ള സകലതും സൃഷ്ടിച്ചവനായ ദൈവം ഈ പെട്ടകത്തിലുണ്ടെന്നാണ് പഴയ നിയമത്തിൽ അവർ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ തന്നെ ആയിരുന്നു താനും. മോശ എപ്പോഴും പെട്ടകം കൊണ്ടാണല്ലോ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള സമയത്ത് എന്തുകൊണ്ടാണ് അതിന് കൊടുക്കേണ്ടതായ ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ പുരോഹിതൻ അവൻ്റെ തോളിൽ ഇത് വഹിച്ചു കൊണ്ടുപോയില്ല? ദൈവം ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളതിനെ ചെറുതാക്കി എടുക്കരുത്. കർത്താവിന് നിബന്ധനകൾ അല്ലെങ്കിൽ നിഷ്ഠകൾ വിശ്വസ്തമായിട്ട് പാലിക്കുന്ന ആളുകളുണ്ടോ എന്നാണ് നോക്കുന്നത്. അതോടുകൂടി ദാവീദിന് ഭയമായി. പെട്ടകം അവർ പിന്നെ ആലയത്തിലേക്ക് യെരുശലേമിലേക്ക് കൊണ്ടുപോയില്ല. അതുകൊണ്ട് എന്ത് പറ്റി? യഹോവ ഉസ്സയെ ഛേദിച്ച ഖേദം നിമിത്തം ദാവീദിന് വ്യസനമായി അവൻ ആ സ്ഥലത്തിന് പേരേസ് ഉസ്സ എന്ന പേർ വിളിച്ചു. അത് ഇന്ന് വരെയും പറഞ്ഞു വരുന്നു.
അങ്ങനെ അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. യഹോവയുടെ പെട്ടകം എൻ്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടി എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവയുടെ ദാവീദിൻ്റെ നഗരത്തിൽ തൻ്റെ അടുക്കൽ വരുത്തുവാൻ മനസ്സില്ല. ദാവീദ് അതിനെ ഗിത്യനായ ഓബേദെദോമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അവിടെ നിർത്താം. ഓബേദ് എന്ന് പറയുന്ന ഗിത്യനായ ഒരു മനുഷ്യൻ്റെ വീട്ടിലേക്ക് അത് ദൈവജനത്തിൻ്റെ പെട്ടകം ദൈവത്തിൻ്റെ തോളിൽ, അതായത് പുരോഹിതൻ്റെ തോളിൽ ദൈവത്തിൻ്റെ പെട്ടകം വഹിക്കേണ്ടത് ദൈവത്തിൻ്റെ അതിവിശുദ്ധമായിട്ടുള്ള ആ ദൈവ സാന്നിധ്യം ഇപ്പോൾ ഇസ്രായേൽ ജനതയിൽ നിന്ന് മാറിയിട്ട് വേറൊരിടത്ത് മാറിയിരിക്കുകയാണ്. നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കേണ്ടതായ ദൈവത്തെ നമ്മൾ അല്പനേരത്തേക്കെങ്കിലും മാറ്റിവെച്ചാൽ നമ്മൾ ചെന്ന് പറ്റുന്നത് ഗിത്യനായ ഓബേദിൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ പെട്ടകം. അങ്ങനെ ഒരിക്കലും നമ്മുടെ തലമുറകളോ അങ്ങനെ ഒരിക്കലും വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ കാലങ്ങളിൽ പല വിശ്വാസികളുടെ മക്കളും അവിശ്വാസികളെ വിവാഹം കഴിച്ചിട്ട് സത്യദൈവത്തിൽ നിന്ന് മാറിപ്പോയിട്ട് സങ്കടത്തിലും ദുഃഖത്തിലും എത്ര കുടുംബങ്ങളാണ് എന്നെ വിളിച്ച് ദുഃഖം പറയുന്നത്. എല്ലാ ഭവനങ്ങളിലും 2-1 വെച്ച് ഡിവോഴ്സ് നടക്കുന്നു എന്ന് ചിന്തിക്കണം. അത്രമാത്രം പിശാച് ദൈവമക്കളെ അകറ്റിക്കൊണ്ട് കുടുംബജീവിതം ഇല്ലാതാക്കുന്ന ഈ കാലത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാനും അവനെ നമ്മൾ നെഞ്ചിൽ വഹിക്കേണ്ടിയവനെ, തോളിൽ വഹിക്കേണ്ടിയവനെ വല്ലവൻ്റെ ആലയത്തിൽ കൊണ്ടുവെക്കാൻ ഇടയാക്കരുത്. മറ്റുള്ളിടത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി നശിക്കാനിടയാകാതിരിക്കാൻ നമുക്ക് വേലി കെട്ടി പ്രാർത്ഥിക്കാം. അതിപരിശുദ്ധൻ അതിപരിശുദ്ധൻ അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ കൂടെ വസിക്കാൻ നിൻ്റെ പ്രമോദം മനുഷ്യ മക്കളോടുകൂടെയാണെന്ന് സദൃശവാക്യത്തിൽ പറയുന്നു. അപ്പച്ചൻ്റെ പ്രമോദം ഞങ്ങളുടെ കൂടെ ആകുമ്പം ഞങ്ങളൊരു കാളവണ്ടിയുടെ പുറത്തോ അല്ലെങ്കിൽ ഞങ്ങൾ മറ്റുള്ളവരുടെ വീടുകളിലോ കൊണ്ട് നിൻ്റെ പെട്ടകം വെക്കുന്നത് ശരിയാണോ കർത്താവേ? അറിവില്ലായ്മയിൽ, ബുദ്ധിഹീനതയിൽ, ഭയമെന്നും പറഞ്ഞ് ഞങ്ങൾ എവിടെയെങ്കിലും നിന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ മക്കൾ നിന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാവ്, ആ വീണ്ടെടുപ്പിൻ്റെ ആത്മാവ് കടന്നു വന്നിട്ട് അവരെ തിരിച്ചു കൊണ്ടുവരണമേ എന്ന് പ്ലീഡ് ചെയ്യുന്നു. പ്ലീഡിങ് ലോഡ്, താവിൻ്റെ സന്നിധി വിശുദ്ധ രക്തവും പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്ലീഡ് ചെയ്യാണ്. ആക്ച്വലി ഞങ്ങൾ നിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വണങ്ങിക്കിടന്ന് നിന്നോട് ചോദിക്കുന്നു. ഞങ്ങൾക്ക് നശിച്ചു പോകാൻ, ഞങ്ങളുടെ തലമുറകളെ നശിപ്പിച്ച് കളയാൻ പിശാചിന് അവകാശമില്ല. അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുൻപേ നീ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടവരല്ലേ? അവർ ദൈവത്തിൻ്റെ ആത്മാവ് വഹിക്കേണ്ട പെട്ടകങ്ങളല്ലേ അപ്പച്ച? അവരെ തിരിച്ചിവിടെ കൊണ്ടുവരാൻ നീ ഇന്നൊരു ഓർഡർ അയച്ചാട്ടെ. യഹോവ എഴുന്നള്ളട്ടെ, ശത്രുക്കൾ ചിതറട്ടെ. ദൈവം എഴുന്നേൽക്കുന്നു, ശത്രുക്കൾ ചിതറിപ്പോകുന്നു. എങ്ങനെ കർത്താവേ? തീയുടെ മുമ്പിൽ മെഴുകുരുകിപ്പോകുന്നത് പോലെയും മഞ്ഞ് വെയിലത്ത് മാറിപ്പോകുന്നത് പോലെയും എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ ശത്രു തനിയെ മാറിപ്പോകും. കുറഞ്ഞെന്ന് കഴിയുമ്പോൾ അവനെ കാണത്തില്ല. ഞാൻ അവനെ നോക്കി, ഞാൻ അവനെ അന്വേഷിച്ച് പച്ച പുല്ലുപോലെ കിളുത്ത് നിൽക്കുന്ന, പ്രാദേശികമായ വൃക്ഷം പോലെ വെളുത്ത് നിൽക്കുന്ന അതിനെ അല്പനേരത്തേക്ക് ഞാൻ നോക്കിയെങ്കിൽ ഞാൻ പിന്നെ പോയപ്പോൾ അവിടെ കണ്ടില്ല. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല എന്ന് നീ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ശത്രുവിനെ നിഗ്രഹിക്കുക തന്നെയല്ല, ദൈവമക്കൾക്കെതിരായിട്ട് എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോയേക്കരുത് എന്ന് പറയുന്ന ദൈവശബ്ദം അയച്ചിട്ട് നമ്മുടെ തലമുറകളുടെ മേൽ ദുഷ്ടൻ എവിടെയെങ്കിലും കൈകടത്തുന്നെങ്കിൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തെ ദുഷ്ടനെ വെട്ടിമാറ്റിയേച്ച് കുഞ്ഞുങ്ങളെ അവരുടെ ദൈവീക ഭവനത്തിലേക്ക്, സർവശക്തനായ ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിർത്തുന്നു. പഠിപ്പിച്ചെടുത്താട്ടപ്പച്ച വഴിതെറ്റിപ്പോകാനിടയാകാതെ നീ അവരെ നേർവഴിക്ക് കൊണ്ടുവരുന്നതിനാൽ നീ നന്മയും കരുണയും അവരുടെ മേൽ ചൊരിയുന്നതിന് മുൻപ് നിൻ്റെ മക്കളെന്നുള്ള ഉന്നത പദവിയിലേക്ക് അവരെ മനസ്സിലാക്കിയെടുത്ത് എൻ്റെ വിശുദ്ധ കൃപകളെ കൊണ്ടവരെ നിറയ്ക്കുന്നതിന് നന്ദി, സ്തോത്രം കർത്താവേ. അങ്ങനെ ദാവീദ് ചെയ്ത ഒരു വലിയ പ്രവൃത്തി അടുത്ത ദിവസം പറയുവാൻ തക്കവണ്ണം തൻ്റെ പെട്ടകം, ദൈവത്തിൻ്റെ പെട്ടകം യെരൂശലേമിലേക്ക് കൊണ്ടുവരാൻ ദാവീദിനെ ഉപയോഗിച്ചു. അതുപോലെ ഞങ്ങളുടെ മക്കളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കാൻ ഇറങ്ങി വന്നതിന് നന്ദി. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ, ആമേൻ.